നമസ്കാരം. ലൈറ്റ്സ് ക്യാമറ ആക്ഷൻ എന്ന നമ്മുടെ ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ നിങ്ങളുടെ ശാന്തിയുള്ള ദിനേശ്. ഇവൻ എന്നും പരാതി പറച്ചിലാണ് എന്ന് നിങ്ങൾ വിചാരിക്കരുത്. നമ്മൾ ഈ 2 ഫോൺ നമ്പർ കൊടുത്തതിൻ്റെ പാര തന്നെയാണ് വീണ്ടും പറയാറുള്ളത്. ഞാനാണെങ്കിൽ കൊച്ചു പ്രശ്നങ്ങൾക്ക് മൂഡ് ഓഫ് ആകും. മൂഡ് ഓഫ് ആയാലുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ എൻ്റെ മുഖത്ത് അത് അറിയാൻ പറ്റും. ഞാനിപ്പോൾ ഇത് റെക്കോർഡ് ചെയ്യാനായിട്ട് ചിത്രീകരിക്കാനായിട്ട് സ്റ്റുഡിയോയിലേക്ക് വരുമ്പോൾ വിദേശത്ത് എവിടെ നിന്നോ ആണ്, എനിക്ക് തോന്നുന്നു വല്ല കാനഡയോ അമേരിക്കയോ അങ്ങനെ എന്തോ ഒരു നമ്പറാണ്. ഒരാൾ എന്നെ വിളിക്കുന്നു. ദിനേശ് ചേട്ടാ, ഞാനൊരു വർഷം മുമ്പ് വിളിച്ചിരുന്നു, ഓർമ്മയുണ്ടോയെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു 1 വർഷം മുമ്പുള്ളതല്ലേ, പറയൂ. അല്ല, എനിക്ക് 2 പരിഭവങ്ങൾ പറയാനാണ് വിളിച്ചത്. ഞാൻ പറഞ്ഞു പറയൂ. അതിലാദ്യത്തത്, ചേട്ടൻ ഈ ആവശ്യമില്ലാതെ എന്തിനാണ് ഈ വേടനെ വഴക്ക് പറയുന്നത്? ഞാൻ പറഞ്ഞു, ഞാൻ വേടനെ ആവശ്യമില്ലാതെ ഒരു വഴക്കും പറഞ്ഞിട്ടില്ലല്ലോ. അല്ല, ഞാനത് കണ്ടിട്ട് വിളിക്കുകയാണ്. വേടൻ്റെ പാട്ടിന് സംസ്ഥാന അവാർഡ് കൊടുത്തത് മോശമായിപ്പോയി. വേടൻ കഞ്ചാവ് വലിക്കും. ഞാൻ പറഞ്ഞു, കഞ്ചാവ് വലിക്കുമെന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. സംസ്ഥാന അവാർഡ് കൊടുത്തത് വളരെ മോശമായിപ്പോയി. നമ്മുടെ കൂടെ നിൽക്കുന്ന ആർക്കും എന്തും വാരിക്കൊടുക്കുക എന്നുള്ളതൊരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ചേർന്നതല്ല. വേടനെ കൂടെ നിർത്താനായിരിക്കാം, അല്ലെങ്കിൽ വേടൻ്റെ സമുദായത്തെ കൂടെ നിർത്താനായിരിക്കാം. വയലാറിനെ പോലെ, ONV പോലെ, യൂസഫ് അലി കേച്ചേരിയെ പോലെ, പൂച്ചൽ ഖാദറിനെ പോലെ, ശിവകുമാരൻ തമ്പി സാറിനെ പോലെ, പ്രഗത്ഭരായ MD രാജേന്ദ്രനെ പോലെ ഒരുപാട് പേർ, ഗിരീഷ് പുത്തഞ്ചേരിയെ പോലെ ഒരുപാട് പേർ മലയാള സിനിമയ്ക്ക് എന്നും ഓർക്കപ്പെടുന്ന പാട്ടുകൾ തന്നിട്ടുണ്ട്. ഇത് ഒരു സമുദായത്തെ അടച്ചാക്ഷേപിക്കാനോ ഞാൻ ജനിച്ച സമുദായത്തെ പൊക്കിക്കാണിക്കാനോ വേണ്ടി വിപ്ലവ മുദ്രാവാക്യം പോലെ എഴുതി വയ്ക്കുന്ന കുറേ കൂതറ വരികൾക്ക് സംസ്ഥാന അവാർഡ് കൊടുത്തത് മോശമായിപ്പോയി എന്ന പക്ഷക്കാരൻ തന്നെയാണ് ഞാനത് മാറ്റില്ല. അല്ല, അങ്ങനെ പറയരുത്. ആ പാട്ടിൻ്റെ ഡെപ്ത് അറിഞ്ഞിടത്തന്നെ ഞാൻ പറഞ്ഞു, ഞാനൊരു വളരെ താണ രീതിയിൽ ജീവിക്കുന്ന ആളാണ്. എനിക്ക് ഇത്തരം ഡെപ്തുകൾ മനസ്സിലാക്കണമെന്ന് താല്പര്യമില്ല, മനസ്സിലാവുകയില്ല. അടുത്തത്, അല്ല അയാൾ കഞ്ചാവ് വലിക്കുന്നില്ല, എന്താ കുഴപ്പം? നിങ്ങൾ മദ്യപിക്കുന്നില്ലേ? ഞാൻ വിട്ട് ആര്? അല്ല നിങ്ങൾ. ഞാൻ പറഞ്ഞു, ഞാൻ മദ്യപിക്കാറില്ല, അതുകൊണ്ടാണ് ഞാൻ മദ്യപിക്കുന്നവരെ വഴക്ക് പറയുന്നത്. ഞാൻ കഞ്ചാവ് വലിക്കാറില്ല, അതുകൊണ്ടാണ് കഞ്ചാവ് വലിക്കുന്നവരെ വഴക്ക് പറയുന്നത്. ഞാനൊരു ലഹരിയും ഉപയോഗിക്കുന്ന ആളല്ല. അതൊക്കെ വെറുതെ അങ്ങനെയൊക്കെ പറയാം. ഇപ്പോൾ അയാൾ ഇത്തിരി കഞ്ചാവ് വലിച്ചാൽ കുഴപ്പമെന്താ? ഞാൻ പറഞ്ഞു, നമ്മുടെ നാട്ടിൽ അത് നിയമം മൂലം നിരോധിച്ചിരിക്കുന്ന കാര്യമാണ്. മദ്യപിക്കുന്നതോ? ഞാൻ പറഞ്ഞു, സർക്കാർ തന്നെ മദ്യം കൊടുക്കുകയില്ലേ. കുടിച്ചുകൊണ്ട് റോഡിൽ കിടന്ന് ആളാവാതിരുന്നാൽ മതി, അപ്പോഴാണ് വല്ലവനും എടുത്തിട്ട് ഇടിക്കുന്നത്. വീട്ടിൽ ചെന്ന് മാന്യമായിട്ട് കുടിച്ചിട്ട് മര്യാദയ്ക്ക് കിടന്നുറങ്ങിയാൽ ഒരു പ്രശ്നവുമില്ല. പക്ഷേ അതൊന്നും ശരിയല്ല കേട്ടോ. ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് കുട്ടികളുണ്ടെങ്കിൽ വിദേശത്തല്ലേ, അവിടെ കിട്ടാൻ സുലഭവുമാണല്ലോ, വാങ്ങിക്കൊടുത്ത് കൊച്ചിലെ പഠിപ്പിക്കുക, കഞ്ചാവ് വലിക്കാനൊക്കെ പഠിപ്പിച്ച് നല്ല കുട്ടികളാക്കി നാട്ടിൽ കൊണ്ടിറക്കുക. വല്ലവൻ്റെ കൈയൊട്ടി ചാവും. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. അമ്മയെ തല്ലിയാലും 2 പക്ഷം എന്ന് പറയും പോലെ ലഹരി സാധനങ്ങളും ചുറ്റിയൽ പോലുള്ള കൊടുവാൾ പോലെ എന്തോ ഉള്ള ആയുധങ്ങളും കണക്കിൽപ്പെടാത്ത കാശും പിന്നെ എന്തെല്ലാമോ വനംവകുപ്പ് ഈ പയ്യൻ്റെ ഫ്ലാറ്റിൽ നിന്ന് പിടിച്ചെടുത്തു. വനംവകുപ്പ് അങ്ങനെ അതെല്ലാം പിടിച്ചെടുത്തു എന്നുള്ളതിൻ്റെ പേരിൽ വനംവകുപ്പ് മന്ത്രി തന്നെ ആ ഉദ്യോഗസ്ഥരെ ചീത്ത വിളിച്ചു. പിന്നെ എങ്ങനെ അവർ ലഹരിയൊക്കെ ഇനി പിടിക്കും? തൊണ്ടിയോടെ പിടിച്ചവൻ പറയണം അങ്ങനെ ചെയ്യാൻ പാടില്ല. അപ്പോൾ നമ്മുടെ സാംസ്കാരിക വകുപ്പ് മന്ത്രി പറഞ്ഞിട്ട്, സജി ചെറിയാൻ പറഞ്ഞില്ലേ, പിള്ളേരല്ലേ വലിച്ചു പഠിക്കട്ടെന്ന്. സിമ്പിൾ. ഈ പ്രായത്തിൽ എല്ലാവരും വലിക്കുമെന്ന്. സജി ചെറിയാൻ വലിച്ചിരിക്കും, ഞാൻ വലിച്ചിട്ടില്ല. അതുപോലെ നമ്മൾ കണക്കിൽപ്പെടുത്തുന്നില്ല. 11 വയസ്സായ പെൺകുട്ടിയെ പീഡിപ്പിച്ചതിലെ പ്രതിയാണ് ഈ പയ്യൻ. ഞാൻ പലപ്പോഴും പറഞ്ഞാണ്, ഈ അടുത്ത കാലത്ത് നടന്ന സംഭവമാണ്. കാക്കനാട് കോടതിയിൽ വന്ന് ജാമ്യം എടുത്തത്. 31 ദിവസമുള്ള ഒരു ടീച്ചറെ എടപ്പാളം എന്ന് പറഞ്ഞ സ്ഥലത്ത് പീഡിപ്പിച്ചതിന് പിറ്റേ ദിവസം പോയി ജാമ്യം എടുത്തു. നമുക്കിത് കൃത്യമായി തെളിവ് സഹിതം കിട്ടുന്നതുകൊണ്ടാണ് നമ്മളിത് പറയുന്നത്. പക്ഷേ ഈ വിദേശത്തു നിന്ന് വിളിച്ച് എംബോക്കി വിചാരിക്കുന്നത്, ഞങ്ങളുടെ കൂടെ ജനിച്ചു വളർന്ന അല്ലെങ്കിൽ ഞങ്ങളുടെ സമുദായത്തിൽ ജനിച്ച ഒരുത്തൻ കഞ്ചാവ് വലിച്ചാൽ എന്താ കുഴപ്പം, വ്യഭിചരിച്ചാൽ എന്താ കുഴപ്പം, മദ്യപിച്ചാൽ എന്താ കുഴപ്പം, വീട്ടിൽ ഫ്ലാറ്റിനകത്ത് മറ്റേ കൂടവും കൊടുവാളമൊക്കെ വെച്ചാൽ എന്താ കുഴപ്പമെന്ന് ചോദിച്ചാൽ എന്താ മറുപടി പറയുക? ഞാൻ ഫോണും കട്ട് ചെയ്തു. അപ്പോൾ അവൻ്റെ അമ്മയുടെ പെലവിളിക്ക് വിളിക്കുമ്പോൾ ഒരു 6-7 പ്രാവശ്യം തിരത്തി വിളിക്കുന്നു. ഞാൻ അങ്ങ് ബ്ലോക്ക് ചെയ്തു. നമ്മളവിടെ മൂഡ് ഓഫ് ആവുകയെ. കാരണം നാട്ടിൽ നടക്കാൻ പാടില്ലാത്ത കാര്യങ്ങൾ ചെയ്യുന്നവനെ ന്യായീകരിക്കുന്നവനെ എന്താ പറയുക? അതൊക്കെ അവൻ ആവശ്യമുള്ളതുകൊണ്ട് ചെയ്യുന്നതല്ലേ എന്നാണ് അവൻ ചോദിക്കുന്നത്. അവൻ്റെ മോളെയാണെങ്കിൽ 11 വയസ്സുകാരി മോളെ വിട്ടു കൊടുക്കുമോ അവന് വ്യഭിചരിക്കാൻ?
അതാണ് നമ്മൾ ആലോചിക്കേണ്ടത്. നമ്മളെപ്പോഴും പറയുമ്പോൾ നമ്മുടെ വച്ച് ആലോചിക്കണം, ഇല്ലേ? എൻ്റെ മകൻ കഞ്ചാവ് വലിക്കുന്ന അഭിമാനത്തോടെ ഞാൻ പറയുമോ? എൻ്റെ മകൻ എന്നെക്കാൾ മാന്യനായിട്ട് ജീവിക്കണമെന്നല്ലേ ഞാൻ വിചാരിക്കും. പക്ഷേ ഈ വിദേശത്തുള്ളവൻ കുറേ കാശൊക്കെ കാണും കയ്യിൽ, കണക്കിപ്പെടാത്ത കാശൊക്കെ കിട്ടുമ്പോഴുള്ള ഒരു അഹങ്കാരമാണ്. അവന് വേണ്ടി വിഭജിക്കുന്നു, അവന് വേണ്ടി വെള്ളമടിക്കുന്നു, അവന് വേണ്ടി കഞ്ചാവ് വലിക്കുന്നു. നിങ്ങൾക്ക് എന്താണ് ചോദിക്കുന്നത്? അയാളെ മുഖ്യമന്ത്രി കൊണ്ടു നടക്കുന്നതിന് എന്താ കുഴപ്പമെന്നാണ് കേൾക്കണേ. ഇതാണ് ഒന്ന്. അടുത്തത്, സ്ഥാനത്തും അസ്ഥാനത്തും ഇടയ്ക്കിടയ്ക്ക് എന്നെ വിളിക്കുന്ന ആളാണ് ധർമ്മജൻ ബോൾഗാട്ടി. ഇപ്പോൾ ഹരീഷ് കണാരൻ്റെ കുറേ പൈസ മറ്റേ ബാദുഷ അടിച്ചു മാറ്റിയൊരു കേസ് വന്നല്ലോ. ആ കേസ് വന്നപ്പോൾ നമ്മൾ ബാദുഷ ചെയ്തത് ശരിയല്ല എന്ന് പറഞ്ഞ് ഏതാണ്ട് 1 വർഷം മുമ്പ് നമ്മൾ പറഞ്ഞു. അത് കഴിഞ്ഞ് ഇപ്പോൾ വീണ്ടും പറഞ്ഞു. അപ്പോൾ മറുവശത്തുനിന്ന് ഇയാൾ വരുന്നു, ആര്? ബോൾഗാട്ടി ഇനിയും കുഴപ്പം എന്താണെന്ന് ഞാൻ പറയണ്ടല്ലോ. അത് സുഹൃത്തുക്കൾ തമ്മിൽ പറഞ്ഞു തീർക്കാവുന്ന പ്രശ്നമല്ലേ ഉള്ളൂ. 20 ലക്ഷം രൂപയല്ലേ അവൻ വാങ്ങിച്ചുള്ളൂ. അവൻ തിരിച്ചു വന്നില്ലെങ്കിൽ എൻ്റെ വീട്ടിൽ വെച്ച് ചർച്ച ചെയ്ത് അത് പരിഹരിക്കാമായിരുന്നല്ലോ. ഞാൻ കാശ് കൊടുത്തിട്ട് ഞാൻ ചോദിക്കുന്നില്ലല്ലോ. ഹരീഷ് കണാരൻ ചെയ്ത് മോശമായിപ്പോയി എന്നൊക്കെ പറഞ്ഞിട്ട് ചെയ്തപ്പോൾ അതിനെ നമ്മൾ പ്രതികരിച്ചിരുന്നു ധർമ്മജനെക്കുറിച്ച്. കഴിഞ്ഞ ഒരു 8-10 ദിവസമായിട്ട് ധർമ്മജൻ്റെ ഫോൺ വിളി കാരണം സഹിക്കവേ. അത് എടുത്താൽ ഫോൺ വയ്ക്കില്ല. നമ്മളാണെങ്കിൽ 24 മണിക്കൂർ 48 ആക്കി തന്നാൽ നന്നെന്ന് പറഞ്ഞ് നടക്കുന്ന ആളാണ്. രാത്രി ഇങ്ങനെ വിളിക്കുകയാണ്, നിരന്തരമായി വിളിക്കുകയാണ്. ഞാൻ എടുക്കില്ല. ഒരു ഫോണിൽ വിളിച്ചാൽ എടുത്തില്ലെങ്കിൽ അടുത്ത ഫോണിൽ ധർമ്മജൻ വിളിച്ചുകൊണ്ടിരിക്കും. ധർമ്മജൻ ന്യായീകരിക്കാൻ വിളിക്കുന്നതായിരിക്കും. ഞാൻ എന്തായാലും ബാദുഷയുടെ കൂടെ നിൽക്കും. ഹരീഷ് കണാരൻ 20 ലക്ഷം കൊടുത്തെങ്കിൽ അത് തിരിച്ചു ചോദിക്കുകയും പരസ്യമായി ഇങ്ങനെ കടം വാങ്ങിച്ചിട്ട് തന്നില്ല എന്ന് പറയുന്നത് തെറ്റല്ലേ എന്നൊക്കെ ചോദിക്കാനായിരിക്കും. നമ്മളെന്തിന് ധർമ്മജൻ്റെ പണങ്ങാൻ പോണേ? അതുകൊണ്ടാണ് ഞാൻ എടുക്കാത്തത്. അമ്മയെ തല്ലിയാലും രണ്ടുണ്ട് പക്ഷമെന്ന് പറഞ്ഞാൽ ഇതൊക്കെയാണ്. കടം വാങ്ങിയവൻ മാന്യനാണെങ്കിൽ തിരിച്ചു കൊടുക്കണം, അല്ലേ? അല്ലെങ്കിൽ വാങ്ങുമ്പോഴേ പറയണം, ഈ പൈസ ഞാൻ തരില്ല, എനിക്ക് സമ്മാനമായിട്ട് തരണം. നിൻ്റെ 5 വർഷം നിനക്ക് ഒരുപാട് സിനിമകൾ പിലവിളിക്ക് ഉണ്ടാക്കി തന്നിട്ടുണ്ടല്ലോ. നിനക്ക് 1 ലക്ഷം വാങ്ങാൻ യോഗ്യതയില്ലാത്തപ്പോൾ നിനക്ക് 2 ലക്ഷം വാങ്ങിച്ചു തന്നിട്ട് ഞാൻ 3 ലക്ഷം വാങ്ങിയിരുന്നില്ലേ, അതിൽ കൂട്ടണം എന്ന് പറയണം. അതിന് വരെ ഞാൻ 76 പടം പിടിച്ചു തന്നില്ലേ, ഞാൻ വീട് വയ്ക്കുമ്പം വേറെ 2 നടന്മാർ 20 ലക്ഷം വെച്ച് തന്നില്ലേ, അതുപോലെ നിനക്ക് നാട്ടുകാരിൽ നിന്ന് പൈസ പിരിച്ച് വീട് വയ്ക്കുന്നത് എന്തൊരു മോശം. ലക്ഷം വീട് വെച്ച് വീടില്ലാത്തവർക്ക് വച്ചു കൊടുക്കുന്നെങ്കിൽ മനസ്സിലാക്കാം. ഓരോരുത്തരും 20 ലക്ഷം വെച്ച് തന്നപ്പോൾ ഇവൻ തന്ന 20 ലക്ഷം തിരിച്ചു ചോദിച്ചെന്നാണല്ലോ പരാതി. അതിന് ധർമ്മജൻ്റെ ചിങ്കിയടി. എന്നിട്ട് ആ ധർമ്മജ അതിനായിരിക്കാൻ എന്നെ കിടന്ന് വിളിക്കണേ. ഞാൻ എടുത്ത വഷളാവും. കാരണം ഞാൻ ധർമ്മജൻ്റെ വല്ലതും തിരിച്ചു പറയും. ധർമ്മജ എന്നോട് മോശമായിട്ട് വല്ലതും പറഞ്ഞാൽ ഞാൻ 5 ഇരട്ടി തിരിച്ചു പറയും. എന്തിനവൻ്റെ വായിരിക്കുന്നത് കേൾക്കണമെന്ന് പറഞ്ഞാണ് ഫോൺ എടുക്കാത്തത്. നമ്പറുകൾ കൊടുത്തതിൻ്റെ കുഴപ്പമാണ് ഞാനീ പറഞ്ഞത്. നമസ്കാരം. അപ്പോൾ നമ്മൾ ബുധനാഴ്ച പ്രിൻസിപ്പൾ ഒളിവിൽ എന്ന് പറഞ്ഞിട്ട് ഭരത് ഗോപിയെയും നെടുമുടി വേണുവിനെയൊക്കെ വെച്ച് ചെയ്ത മനോഹരമായ ഒരു സിനിമ ചെയ്ത സംവിധായകനും തിരക്കഥാകൃത്തുമൊക്കെ ആയ ഗോപികൃഷ്ണനെക്കുറിച്ചാണല്ലോ സംസാരിച്ചത്. ആ പ്രോഗ്രാമിൻ്റെ അവസാനം ഞാൻ പറഞ്ഞു, ഞാൻ ഗോപികൃഷ്ണൻ സിനിമയിലേക്ക് വന്ന് ഒരേ ഒരു സിനിമയെ സംവിധാനം ചെയ്തുള്ളൂ. ആ സിനിമയെക്കുറിച്ച് പറയാനല്ല ഞാൻ വന്നത്, ഗോപികൃഷ്ണനെ ചതിച്ച ഒരു കഥ പറയാനാണെന്ന് ഞാൻ പറഞ്ഞു. ആ ചതിയുടെ കഥയാണ് ഞാൻ ഇന്ന് പറയുന്നത്. ഞാൻ അതിൽ പറഞ്ഞിരുന്നു വെള്ളിയാഴ്ച പറയാമെന്ന്. എൻ്റെ ഇതിലും ഫോൺ നമ്പറിനെ കുറിച്ച് തന്നെയാണ് പറയാനുള്ളത്. എൻ്റെ 2 ഫോൺ നമ്പറുകളും കൊടുത്തതിൽ എന്നെ ഏറ്റവും അധികം അലട്ടുന്ന ഒരു കാര്യം, ചേട്ടാ ഞാനൊരു കഥ എഴുതി കേട്ടോ, ഉറപ്പായും തിരക്കഥ എഴുതാൻ അറിയാവുന്ന ഒരാളുടെ പക്കൽ ഈ കഥ പറയാനായാൽ സൂപ്പർ ഹിറ്റാവുന്ന ഒരു സിനിമ പിറക്കും ചേട്ടാ. അങ്ങനത്തെ ഇതുവരെ ആരും പറയാത്ത കഥയാണ് ചേട്ടാ. ദിനേശ് സാറേ, ഞാനൊരു 2 തിരക്കഥകൾ എഴുതി പൂർത്തിയാക്കി. എനിക്കത് താങ്കൾക്കൊന്ന് വായിച്ച് കേൾപ്പിക്കണം എന്നൊരാഗ്രഹം. ഉറപ്പായും താങ്കൾക്ക് ഇഷ്ടപ്പെടും. ദിനേശ് മാഷേ, ഞാനൊരു വിഷമം പറയാൻ വേണ്ടി വിളിച്ചതാണ്. 4 വർഷം മുമ്പ് ഞാൻ എഴുതിയ ഒരു തിരക്കഥ എന്ന് പറഞ്ഞാൽ ആ സംവിധായകൻ്റെ പേര് പറയും, മറ്റവന് വായിക്കാൻ കൊടുത്തു. മറുപടി പറയാൻ അല്പ സാവകാശം വേണം എന്ന് അയാൾ പറഞ്ഞു. ആയിക്കോട്ടെ എന്ന് ഞാനും പറഞ്ഞു. ഇടയ്ക്ക് എന്നെ വിളിച്ച് എന്നെ ഏൽപ്പിച്ച തിരക്കഥയിൽ ഇനി എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്താൻ തോന്നുന്നുണ്ടോ
എന്ന് എന്നോട് തിരക്കി. സാറേ, അതിലെ ചില സീനുകൾ മാറ്റാനും വേറൊരു പടത്തിൽ വന്നതുകൊണ്ടാണ് ഞാൻ ആ 2-3 സീനുകൾ മാറ്റണമെന്ന് പറഞ്ഞത്. അത് മാറ്റണം. എന്നിട്ട് ഞാൻ പുതിയ ഒരു 7-8 സീൻ എഴുതിയിട്ടുണ്ട്. എന്നിട്ട് പകരം ഞാൻ ഈ ഉണ്ടാക്കിയ സീനുകൾ ആ സ്ക്രിപ്റ്റിൽ കയറ്റിയാൽ ഞാൻ സാറിൻ്റെ പറഞ്ഞു തരുന്നതിൻ്റെ ഈ ഇരട്ടിയാവും പടത്തിൻ്റെ വിജയം. സാറിന് അതും കൂടി വേണമെങ്കിൽ ഞാൻ എത്തിക്കാം. തരൂ, നമുക്ക് നോക്കാം. പുതുതായി എഴുതിയത് 10 സീനുകളും ഞാൻ കൊണ്ടുപോയി അയാൾക്ക് കൊടുത്തു. സാറേ, നമുക്ക് നോക്കാമെന്ന് പറഞ്ഞല്ലോ. പിന്നെന്തായി? എന്താവാം സാറേ, അവനത് സിനിമയാക്കി സാറേ. ഇയാൾ കൊടുത്ത തിരക്കഥയും തിരുത്തി കൊടുത്ത 10 സീനുമൊക്കെ വെച്ച് സിനിമയാക്കി സാറേ എന്നാണ് പറയുന്നത്. ഞാൻ അറിഞ്ഞില്ല. പൈസ തരണ്ട മാഷേ, മൂലകഥ എന്നെങ്കിലും എൻ്റെ പേരെഴുതി കാണിക്കാമായിരുന്നു ആ ദ്രോഹികൾക്ക്. ചോദിച്ചില്ലേ എന്നോ? ആ ദ്രോഹി എൻ്റെ ഫോണ് അപ്പം തന്നെ ബ്ലോക്കാക്കി മാഷേ. ഞാൻ വിടുമോ? ഞാൻ നേരെ വീട്ടിൽ ചെന്നു. നല്ലതെന്നാല് പറഞ്ഞു. 100 കണക്കിന് കഥകൾ നമ്മളെ തേടി വരുന്നതല്ലേ. പലതും ഞാൻ വായിക്കാറില്ല. വായിച്ചതിൽ ചിലത് മനസ്സിൽ കിടന്നിരിക്കാം. അതാരാണ് എഴുതി എനിക്ക് കൊണ്ടു തന്നതെന്ന് ഞാൻ കണ്ടുപിടിക്കുന്നത് എങ്ങനെ? അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ നിങ്ങളെ അറിയിച്ചൻ എന്നാണ് സംവിധായകൻ പറഞ്ഞ മറുപടി. ഒരുപാട് തിരക്കഥകൾ വരുന്നുണ്ട്, ഇതാര് തന്നു എന്ന് പിടിയില്ല, അതുകൊണ്ട് ഞാനത് മോഷ്ടിച്ചു എന്നാണ് പറയട്ടെ. എൻ്റെ തിരക്കഥയിൽ ആദ്യവും അവസാനവും എൻ്റെ ഫുൾ അഡ്രസ്സും ഫോൺ നമ്പറുകളും എഴുതിയിരുന്നു സാറേ. എൻ്റെ ഫോണിൽ കിട്ടിയില്ലെങ്കിൽ വിളിക്കാൻ എൻ്റെ ഭാര്യയുടെ നമ്പരും കൂടി എഴുതിയിരുന്നു. എന്നിട്ടാണ് ആ ദ്രോഹി ചതിച്ചത്. കേസിനൊന്നും പോയില്ലേ? എന്നായി ഞാൻ എൻ്റെ തിരുത്തി എഴുതിയ 10 സീനുകളേ ഉള്ളൂ സാറേ. സ്ക്രിപ്റ്റിൻ്റെ 2 കോപ്പിയാണ് ഞാൻ ഫോട്ടോസ്റ്റാറ്റ് എടുത്തത്. ഒരുപാട് പൈസ വേണ്ടേ സാറേ കോപ്പി എടുക്കാൻ. ഞാനത് ഇയാൾക്കും കൊടുത്തു, മറ്റൊരാൾക്കും വായിക്കാൻ കൊടുത്തു. 2ഉം പോയി സാറേ. മാത്രമല്ല കഥാപാത്രങ്ങളെയും അയാൾ മാറ്റിക്കളഞ്ഞു സാറേ. അതെങ്ങനെ? എന്നായി ഞാൻ. എൻ്റേതിൽ നായകൻ ഹിന്ദുവും നായിക മുസ്ലിം അല്ലേ സാറേ. മോഷ്ടിച്ച സിനിമയിൽ നായകൻ ക്രിസ്ത്യാനിയും നായിക ഹിന്ദു. എൻ്റേത് കോളേജ് അധ്യാപകനായിരുന്നു സാറേ. നായകൻ പഠിപ്പിച്ച കുട്ടിയെയല്ലേ സാറ് കയറി പ്രേമിച്ചത്. സിനിമയിൽ നായകൻ ഒരു ബാങ്കിൻ്റെ മാനേജരാണ് സാറേ, നായിക അവിടുത്തെ ക്ലർക്കും. എൻ്റെ നായികയ്ക്ക് അച്ഛനില്ല, സിനിമയിലെ നായികയ്ക്ക് അമ്മയില്ല. ഒരു കോടതിയിലും കേസ് നിൽക്കില്ല സാറേ. അയാൾ ഇങ്ങനെ പറയുക. കഥ എഴുതുന്നവർ ആ കഥ 10 കോപ്പി അടിക്കുന്ന ഒരു വാരികയിലോ പത്രത്തിലോ അച്ചടിപ്പിക്കണം എന്നാണ് ഈ പ്രോഗ്രാം കാണുന്നവരോട് ഞാൻ പറയുന്നത്. നിങ്ങളൊരു കഥ ഉണ്ടാക്കുകയാണെങ്കിൽ ആരുടെയും പറയരുത്. ഒരു 25 കോപ്പി അടിക്കുന്ന ഏതെങ്കിലും ഒരു പ്രസിദ്ധീകരണത്തിൽ ഇത് പ്രിൻ്റ് ചെയ്യണം. എന്നിട്ട് അതിൻ്റെ കോപ്പി വാങ്ങി സൂക്ഷിച്ച് വയ്ക്കണം. അങ്ങനെ ചെയ്താൽ കേസിന് ബലമാവും. അല്ലെങ്കിൽ ഫേസ്ബുക്കിൽ ഏതെങ്കിലും ഒരു ഫേസ്ബുക്കിൽ കയറി പ്രസിദ്ധപ്പെടുത്തണം ഇങ്ങനൊരു കഥ. ഒരു കഥ വായിക്കാൻ ഇടുമ്പോൾ അങ്ങ് ഇട്ടാൽ മതി. എന്നിട്ടിത് കൊടുത്താൽ ഏവൻ ഫേസ്ബുക്ക് വായിക്കണമെന്നില്ല, അതും തെളിവാക്കാം. കോപ്പി റൈറ്റിന് നമുക്ക് രജിസ്റ്റർ ചെയ്യണമെങ്കിൽ കൽക്കട്ടയിലാണ് അതിൻ്റെ ഓഫീസ്. അപ്പോൾ അവിടെ ചെയ്തു തരാം എന്ന ഉറപ്പ് തന്ന് ആയിരങ്ങൾ പറ്റിക്കുന്നവന്മാർ എറണാകുളത്തുണ്ട്. കോപ്പി റൈറ്റ് ഞാൻ വാങ്ങിച്ചു തരാം കൽക്കട്ടയിൽ നിന്ന്, ഒരു 40,000 രൂപയാവും രജിസ്ട്രേഷൻ ഫീസും എല്ലാം കൂടി എന്ന് പറഞ്ഞ് പറ്റിക്കുന്ന ഒരുപാട് പേരെ എനിക്ക് തന്നെ അറിയാം. അപ്പോൾ നമുക്ക് ചെയ്യാവുന്നത് ഫിഫ്ക തിരക്കഥ യൂണിയനിൽ പോയി 500 രൂപ അടച്ച് കഥ ഒരു കവറിൽ ഒട്ടിച്ച് സീൽ ചെയ്ത് അവിടെ ഏൽപ്പിക്കാം. നൂലൊക്കെ ഇട്ട് കെട്ടി മെഴുകൊക്കെ വെച്ചിട്ട് വേണമെങ്കിൽ ഒട്ടിച്ച് അവിടെ ഏൽപ്പിക്കാം. 500 രൂപയുടെ അടച്ച് രസീതും വാങ്ങി കൈ വയ്ക്കണം. ഈ കഥ ആരെങ്കിലും ദുരുപയോഗം ചെയ്തു എന്ന് ബോധ്യമായാൽ ഫിഫ്കയെ സമീപിക്കും. പരാതിക്കാരൻ്റെയും മോഷ്ടിച്ച സിനിമാ കള്ളൻ്റെയും മുന്നിൽ വെച്ച് അവിടെ സൂക്ഷിച്ചിരിക്കുന്ന കവർ പൊട്ടിച്ച് വായിക്കും. മോഷ്ടിച്ചതാണ് എന്ന് ഉറപ്പായാൽ ടൈറ്റിലും പ്രതിഫലവും ഫിഫ്ക തിരക്കഥാ യൂണിയൻ നിങ്ങൾക്ക് വാങ്ങിത്തരും. അതാണ് ഒരു വഴി. എറണാകുളം കല്ലൂർ ജംഗ്ഷനിൽ ഇറങ്ങി ദേശാഭിമാനി റോഡ് വഴി കുറച്ച് ദൂരം മുന്നോട്ട് പോകുമ്പോൾ
ഇടത്തേക്ക് തിരിയുന്ന ഫ്രീഡം റോഡ് എന്നൊരു റോഡുണ്ട്. അവിടെയാണ് ഫെഫ്കയുടെ ഹെഡ് ഓഫീസ്. അവിടെ ചെന്നാൽ തിരക്കഥാ യൂണിയനിലെ ഈ പറഞ്ഞ 500 രൂപ അടച്ചാൽ അവർ ആ കവർ അവിടെ വാങ്ങി സൂക്ഷിക്കും. അല്ലെങ്കിൽ വേറൊരു പണിയൂടെ പറഞ്ഞുതരാം. നിങ്ങൾ കൊടുക്കുന്ന കഥയോ വൺലൈനോ തിരക്കഥയോ എന്തും ആവട്ടെ, അതിൻ്റെ ഒരു കോപ്പി ഭദ്രമായി കവറിലിട്ട് ഒട്ടിച്ച് പോസ്റ്റ് ഓഫീസിൽ ചെന്നിട്ട് നിങ്ങളുടെ അഡ്രസ്സിൽ തന്നെ രജിസ്റ്റേർഡായിട്ട് അയക്കണം. അത് പോസ്റ്റ് ബാങ്ക് കൊണ്ട് തരുമ്പോൾ ഭദ്രമായി പൊട്ടിക്കാതെ സൂക്ഷിച്ചു വയ്ക്കണം. നമ്മളെ പേരിൽ നമ്മൾ തന്നെ രജിസ്റ്റർ ചെയ്യണം. അപ്പോൾ അത് പോസ്റ്റ് ബാങ്ക് കൊണ്ട് തരുമ്പോൾ പൊട്ടിക്കാതെ സൂക്ഷിച്ചു വയ്ക്കണം. നമ്മുടെ കഥ നമ്മൾ തന്നെ തിരശ്ശീലയിൽ കാണുമ്പോൾ കേസിന് കോപ്പിറൈറ്റ് വിഷയം നന്നായി അറിയാവുന്ന ഒരു വക്കീൽ മുഖാന്തരം കോടതിയിൽ പോയാൽ ഈ രജിസ്റ്റേർഡ് അയച്ച കവർ ഹാജരാക്കാനാവും കോടതിയിൽ. സിനിമയും ഈ കവറിലെ കഥയും ഒന്നാണെന്ന് കോടതിക്ക് ബോധ്യപ്പെട്ടാൽ ഉറപ്പായും കോടതി ടൈറ്റിലും വാങ്ങിത്തരും, കാശും മേടിച്ചു തരും. ഇതൊക്കെയാണ് കോപ്പിറൈറ്റ് അല്ലെങ്കിൽ മോഷണം, കഥ മോഷണത്തിന് രക്ഷപ്പെടാനുള്ള വഴികൾ. 2018 മോഹൻലാൽ എന്നൊരു സിനിമ വന്നിരുന്നല്ലോ. വിഷുവിനോ മറ്റാണ് വന്നത്, ഏപ്രിലാണ് വന്നത്. മഞ്ജു വാര്യരും നമ്മുടെ ഇന്ദ്രജിത്തുമാണ് അഭിനയിച്ചിരുന്നത്. മോഹൻലാലിനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, അല്ല എനിക്ക് ഭയങ്കര പേടിയാണ്, ഇഷ്ടമല്ല എന്ന് പറഞ്ഞ് കലവൂർ രവികുമാർ ഒരു കഥ എഴുതിയിരുന്നു. അതിനെ അപ്പടി കോപ്പി അടിച്ചതായിരുന്നു ഈ മോഹൻലാൽ എന്ന് പറഞ്ഞ സിനിമ. രവികുമാർ ഈ സിനിമാക്കാരെയൊക്കെ വിളിച്ചു, മോഹൻലാൽ എന്ന് പറഞ്ഞ സിനിമയുമായി ബന്ധപ്പെട്ടവരെയൊക്കെ വിളിച്ചു. എനിക്കൊന്ന് മഞ്ജു വാര്യരെയും വിളിച്ചു എന്ന് തോന്നുന്നു. അയാൾ ഫെഫ്ക തിരക്കഥാ യൂണിയനിൽ പരാതിപ്പെട്ടു. പക്ഷെ മോഷ്ടിച്ചവന്മാർ വഴങ്ങിയില്ല. പൂട്ട് വീഴും എന്നായപ്പോൾ പടം തുടങ്ങുമ്പോൾ നന്ദി കാർഡിൽ നന്ദി പറയാം, കലവൂർ രവികുമാറിന് ഇങ്ങനെ ഒരു കഷ്ടപ്പെട്ടൊരു കഥയുണ്ടാക്കി ഞങ്ങൾക്ക് മോഷ്ടിക്കാൻ തന്നതിന് നന്ദി എന്നെഴുതി കാണിക്കാം, കാശ് തരാം എന്നൊക്കെയായി. പക്ഷെ കലവൂർ ഒതുങ്ങിയില്ല. സാജിദ് യാഹിയ എന്നയാളാണ് കഥ എഴുതി സംവിധാനം ചെയ്ത് ഇന്ദ്രജിത്തും മഞ്ജു വാര്യരും അഭിനയിച്ച ഈ സിനിമ, മോഹൻലാൽ എന്ന് പറഞ്ഞ സിനിമ ഉണ്ടാക്കിയിരിക്കുന്നത്. സിനിമയുടെ ചിത്രീകരണം ആരംഭിക്കും മുമ്പ് തന്നെ പരാതിയുമായി കലവൂർ രവികുമാർ ഫെഫ്കയെ സമീപിച്ചിരുന്നു. ഇക്കാര്യം പറഞ്ഞപ്പോൾ എന്നാൽ നിങ്ങൾ നന്ദി കാർഡ് ഇട്ടയക്കാം എന്നാണ് സിനിമാക്കാർ പറഞ്ഞത്. കഥയുടെ അവകാശം എനിക്ക് തന്നെ കിട്ടണം, അതെൻ്റെ അവകാശമാണ് എന്നതിൽ കലവൂർ രവികുമാർ ഉറച്ചു നിന്നു. കലവൂർ രവികുമാർ തിരക്കഥാകാരൻ ആകുന്നതിന് മുമ്പ് കേരളൗമുദി പത്രത്തിലെ സബ് എഡിറ്ററായിട്ട് കുറച്ചു കാലം വർക്ക് ചെയ്തിരുന്നു. സിനിമയിലെ തിരക്കഥാകൃത്തുക്കൾ എഴുതിയ ചെറുകഥകൾ സമാഹരിച്ച് കൗമുദി വാരാന്ത പതിപ്പിൽ 1 ലക്കം പ്രസിദ്ധീകരിച്ചിരുന്നു വർഷങ്ങൾക്ക് മുമ്പ്. അതിൽ മോഹൻലാലിനെ എനിക്കിപ്പോൾ ഭയങ്കര പേടിയാണെന്നുള്ള കഥയും കൊടുത്തിരുന്നു. പിന്നീട് രവികുമാർ തൻ്റെ ചെറുകഥാ സമാഹാരം ഇറക്കിയപ്പോൾ ഈ കഥയുടെ ടൈറ്റിലാണ് പുസ്തകത്തിനിട്ടത്. മോഹൻലാൽ സിനിമ കടുത്ത നിയമ നടപടിയിലേക്ക് പോയി. ഈ സിനിമയ്ക്ക് തിരക്കഥ എഴുതിയ സുധീഷ് വരനാട് എന്ന് പറഞ്ഞ ആളാണ് എഴുതിയത്. ഈ കഥ കേരളകൗമുദിയുടെ വീക്കെൻഡിൽ വരുമ്പോൾ കേരളകൗമുദിയിലെ സബ് എഡിറ്റർ ട്രെയിനി ആയിരുന്നു ഈ സുനീഷ് വരനാട്. കലവൂർ രവികുമാറുമായി നല്ല ബന്ധമുണ്ടായിരുന്നു. വരനാടിന് ഇത്രയും അടുപ്പം കലവൂരിനുണ്ടായിരുന്നിട്ട് പോലും അയാൾ ഈ പണി കൊടുത്തു എന്നുള്ളതാണ്. കഥയെടുത്ത് പരസ്യമായി മോഷ്ടിച്ചു. സിനിമയുടെ ക്രെഡിറ്റ് കാർഡിൽ കഥ സുനീഷ് വരനാടിൻ്റെ അല്ല, സംവിധായകൻ സാജിദ് യഹിയയുടെ ആയിരുന്നു കഥ. മോഷ്ടിച്ചത് അദ്ദേഹമാണെന്ന് വരട്ടെ, തിരക്കഥ മാത്രമേ ഇയാൾ എഴുതിയുള്ളൂ. 2005 കലാകൗമുദി സപ്ലിമെൻറ്റിൽ ഈ കഥ വന്നത്. 2006 പുസ്തക രൂപത്തിലുമായി. 2012 പുസ്തകത്തിൻ്റെ 2ാം എഡിഷനും ഇറങ്ങിയിരുന്നു. മോഹൻലാൽ സിനിമകൾ കണ്ട് ആരാധികയായ ഒരു ഭാര്യ കുടുംബത്തിലുണ്ടാക്കുന്ന പ്രശ്നങ്ങളായിരുന്നു വിഷയം. ഇത് അതുപോലെ ചുരണ്ടുക മാത്രമല്ല, ചിത്രത്തിന് മോഹൻലാൽ എന്ന് തന്നെ പേരുമിട്ടു. രവിയുടെ മനസ്സിൽ തോന്നിയ കൗതുക ചിന്തകളാണ് ഈ കഥയ്ക്ക് ആധാരം. ചിത്രീകരണം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ രവി ഫെഫ്കയിൽ പരാതി കൊടുത്തു. ഫെഫ്ക തിരക്കഥാ യൂണിയൻ ഇക്കാര്യം അന്വേഷിച്ചപ്പോൾ രവി പറയുന്നതിൽ കാര്യമുണ്ട് എന്ന് അവർക്ക് മനസ്സിലായി. കലവൂരിന് പ്രതിഫലവും കഥയുടെ ക്രെഡിറ്റ് നൽകാൻ ഫെഫ്ക നിർദ്ദേശിച്ചു.
അതിനൊന്നും ഈ സിനിമാക്കാർ കേട്ടതായി പോലും ഭാവിച്ചില്ല. വേണമെങ്കിൽ നന്ദി കലവൂർ രവികുമാർ എന്ന് സിനിമയ്ക്ക് മുമ്പ് എഴുതി കാണിക്കാമെന്നായിരുന്നു അവരുടെ നിലപാട്. ഇപ്പോൾ ആടുജീവിതം കട്ടെടുത്തിട്ട് നന്ദി ബെന്യാമൻ, ഇപ്പോൾ ബ്ലസ്സി ആടുജീവിതം ചുരണ്ടി അതുപോലെ അങ്ങ് ചെയ്ത് ആടുജീവിതം ഒന്ന് പേര് വിട്ടു. അപ്പോൾ ബെന്യാമൻ കേസിന് പോകുമ്പോൾ പറയാണ്, നിങ്ങളങ്ങനെ കേസിനൊന്നും പോകണ്ട, നന്ദി ബെന്യാമൻ എന്ന് എഴുതി കാണിക്കാമെന്ന് പറഞ്ഞാൽ സമ്മതിക്കുമോ? അതുപോലെ ആരാച്ചാർ അടിച്ചു മാറ്റിയിട്ട് നന്ദി KR മീര എന്നെഴുതി കാണിച്ചാൽ ആരെങ്കിലും സമ്മതിക്കുമോ? അവാർഡ് നോവലുണ്ടല്ലോ, കഴിഞ്ഞ വർഷത്തെ വയലാർ അവാർഡ് വാങ്ങിച്ച തവമയുടെ അച്ഛൻ ചുരണ്ടിയിട്ട് നന്ദി സന്തോഷ് കുമാർ എന്നെഴുതി കാണിക്കട്ടെ എന്ന് പറഞ്ഞാൽ എന്താ ഉത്തരം പറയണ്ടേ? നല്ല കൈബലമുള്ളതാണെങ്കിൽ കരണ കുറ്റിക്കിട്ട് അടിച്ചു കൊടുക്കും ഇല്ലേ? അക്ഷരങ്ങൾ കൊണ്ട് മാത്രം ജീവിക്കുന്ന ആളായിരുന്നു അന്ന് കലവൂർ രവികുമാർ. ഇഷ്ടമടക്കം തുടരെ തിരക്കഥകൾ അദ്ദേഹം എഴുതി. പിന്നെ കുറേ നോവലുകളും കഥകളും ഒക്കെ നോവലില്ല, പുസ്തകങ്ങൾ എഴുതി, കഥകൾ എടുത്ത് വാരികൾ തുടർന്നു. അങ്ങനെയൊക്കെയാണ് രവി വരുമാനം ഉണ്ടാക്കിയിരുന്നത്. ഇപ്പോൾ ഒരു ചാനലിൻ്റെ ഫിക്ഷൻ കേട്ടാണല്ലോ, ലോട്ടറി അടിച്ച പോലെ ആയി കാണും, നല്ല കാശ് സമ്പാദിച്ചു കാണും. അതുപോട്ടെ, ഫിഫ്ക നിർദ്ദേശിച്ച കാര്യങ്ങളൊന്നും ചെയ്യാൻ മോഹൻലാൽ സിനിമാക്കാർ തയ്യാറാകാതെ വന്നപ്പോൾ രവി കോടതിയെ സമീപിച്ചു. സിനിമയുടെ വരുമാനത്തിൻ്റെ 25% തനിക്ക് നഷ്ടപരിഹാരമായി നൽകണം എന്നതായിരുന്നു രവിയുടെ ഡിമാൻഡ്. ഒത്തുതീർപ്പിന് വഴങ്ങിയാൽ കോടതി അടുത്ത സ്റ്റെപ്പിലേക്ക് നീങ്ങും. അപ്പോഴും കട്ടവന്മാർക്ക് അല്ലെങ്കിൽ മോഷ്ടിച്ചവന്മാർക്ക് ഒരു കുലുക്കവുമില്ല. സിനിമയുടെ ഭക്ഷണം കഴിക്കുന്ന താൻ ഒരു സിനിമയെ തടഞ്ഞതിൽ വ്യക്തിപരമായി രവികുമാറിന് വിഷമവുമുണ്ട്. മറ്റേ കൂട്ടർ രവിക്കെതിരെ വ്യക്തിപരമായ ആക്ഷേപങ്ങളിലേക്ക് കടന്നു. അരിയും തിന്ന് വീട്ടുകാരത്തെയും കടിച്ചിട്ടും പൂച്ചയ്ക്കാണ് മുറുമുറുപ്പ് എന്ന് പറഞ്ഞ പോലെയായിരുന്നു കാര്യങ്ങൾ. കോടതിയും രവിക്ക് വേണ്ടി വാദിച്ച വക്കീലും കോപ്പിറൈറ്റിൻ്റെ അന്തസത്ത നന്നായി മനസ്സിലാക്കി വിധി നടപ്പിലാക്കി. മോഹൻലാൽ എന്ന സിനിമ രവികുമാറിൻ്റെ മോഹൻലാലിനെ എനിക്ക് പേടിയാണ് എന്ന കഥ അപ്പാടെ മോഷ്ടിച്ചതാണെന്ന് കോടതി വിധിച്ചു. ഇത് വെറും ആശയപരമായ ചുരണ്ടലല്ല, കഥ മോഷണം തന്നെയാണെന്നായിരുന്നു വിധി പ്രസ്താവം. രവി പറയുന്ന കാശ് കൊടുക്കേണ്ട അവസ്ഥ വന്നു. പക്ഷേ കലവൂർ രവികുമാർ മാന്യത കാണിച്ചു. എനിക്ക് 5 ലക്ഷം രൂപ വാങ്ങി കേസ് അവസാനിപ്പിക്കാൻ തയ്യാറാണ് എന്ന് അയാൾ കോടതിയിൽ അറിയിച്ചു. തൻ്റെ സിനിമയ്ക്കെതിരെ കഥാമോഷണം ആരോപിച്ച് കേസിന് പോകുന്നതിനേക്കാൾ നല്ലത് പിടിച്ചു പറിക്കാൻ പോകുന്നതാണെന്നും കേസ് കൊടുത്താൽ ഒന്നും സംഭവിക്കില്ല എന്നുമൊക്കെ സംവിധായകൻ ഫേസ്ബുക്കിൽ അതിനു മുമ്പ് വച്ച് കാച്ചിയിരുന്നു. മോഹൻലാൽ ആരുടെയും സ്വകാര്യ സ്വത്തല്ല എന്നും ഈ സംവിധായകൻ യാഹ്യ വാചമടിച്ചു. ഈ പകർപ്പവകാശ കേസിൽ വിധി പറഞ്ഞത് തൃശ്ശൂർ അഡീഷണൽ ജില്ലാ ജഡ്ജായിരുന്ന K. രാമകൃഷ്ണനാണ്. ഇവിടെ കലവൂരിനായി വാദിക്കാനെത്തിയത് KN പ്രശാന്ത് എന്ന യുവ അഭിഭാഷകനായിരുന്നു, ചെറുപ്പക്കാരനായിരുന്നു. ഇന്ത്യയിൽ അക്കാലം വരെ നടന്നിരുന്ന 165ഓളം കോപ്പി റൈറ്റ്സ് കേസുകൾ മുഴുവൻ പഠിച്ച ശേഷമാണ് KN പ്രസാദ് കോടതിയിൽ വാദിക്കാനെത്തിയത്. എന്നാൽ എതിർപക്ഷക്കാർ നല്ല കാശ് മുടക്കി ഹൈക്കോടതിയിലെ 4 അഭിഭാഷകരെ എത്തിച്ചു. ഇവർക്ക് മുന്നിൽ KN പ്രസാദ് ഒറ്റയ്ക്ക് വാദിച്ചു ജയിച്ചു. ഈ വക്കീലിപ്പോൾ പ്രശാന്ത് ഇപ്പോൾ ജഡ്ജാണ്. അദ്ദേഹത്തിൻ്റെ മുന്നിൽ വരുന്ന ഇത്തരം തട്ടിപ്പുകൾക്ക് നല്ല വിധികൾ അദ്ദേഹം പുറപ്പെടുവിക്കട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. കഥ മോഷ്ടിക്കാത്തൊരു തിരക്കഥാകൃത്തിനെ പറയാൻ എന്നോട് ആരെങ്കിലും പറഞ്ഞാൽ ഞാൻ പറയും ഇച്ചിരി പുളിക്കും എന്ന് പറയും. ചുരുങ്ങിയത് ക്യാനിൽ നിന്ന് വരുന്ന പടങ്ങളെങ്കിലും ചുരണ്ടാത്ത ഒരു തിരക്കഥാകൃത്തും മലയാളത്തിലില്ല എന്നാണ് എൻ്റെ വിശ്വാസം. അതിൽ മാന്യനാര് എന്ന് ചോദിച്ചാൽ ഞാൻ പറയും അത് പ്രിയദർശൻ മാത്രമാണെന്ന്. തൻ്റെ സിനിമ വിജയിക്കണമെന്നുള്ള ഒരൊറ്റ ചിന്തയെ പ്രിയദർശനുള്ളൂ. അതിനേത് സിനിമയും പ്രിയൻ ചുരണ്ടും, ഏത് പുസ്തകത്തിലെ ചാപ്റ്ററും എടുക്കും, ഏത് പാട്ടിൻ്റെ ട്യൂണും മോഷ്ടിക്കും. ഇതല്ലേ എന്ന് ആരെങ്കിലും അന്വേഷിച്ച് കണ്ടുപിടിക്കുകയും വേണ്ട. കാരണം അദ്ദേഹം തന്നെ തുറന്നു പറയും, ഈ പാട്ട് ഹിന്ദിയിലെ ഇന്ന പാട്ടിനെ ഞാൻ അതുപോലെ ചെയ്യാൻ മ്യൂസിക് ഡയറക്ടറോട് പറഞ്ഞതാണ്, മറ്റേ സിനിമയിലെ ആ സീനാണ് ഞാൻ ഈ പടത്തിൽ ഉപയോഗിച്ചതെന്നൊക്കെ തുറന്നു പറയുന്ന ഏക സംവിധായകനെ മലയാളത്തിലുള്ളൂ, അത് പ്രിയദർശനാണ്. അത്രയെങ്കിലും മാന്യത സിനിമാക്കാർ കാട്ടണമായിരുന്നു. ഞാൻ പലവട്ടം പറഞ്ഞതാണ് എൻ്റെ ഗുരുനാഥന്മാരിൽ ഒരാളിൻ്റെ കഥമോഷണത്തെക്കുറിച്ച്. ലോഹിതദാസിൻ്റെയും ശ്രീനിവാസൻ്റെയും തിരക്കഥകളൊഴിച്ച്
വേറെ ആരൊക്കെ എഴുതിയിട്ടുണ്ടോ അതിലെല്ലാം കയറി പുള്ളി ടൈറ്റിൽ വെച്ച് മേഞ്ഞിട്ടുണ്ട്. കഥ അദ്ദേഹത്തിൻ്റെതായി വയ്ക്കും. തിരക്കഥ എഴുതുന്നവരോട് തുറന്നു പറയും, താങ്കളുടെ പേരിനൊപ്പം എൻ്റെ പേര് കൂടി അതിലങ്ങ് ചാർത്തു വന്നു, എനിക്ക് താങ്കളെ കൂടെ ഇതിൽ എഴുതിയിരുന്നു എന്ന് പറയാൻ ഭയങ്കര ബഹുമാനമാണ്, ആഗ്രഹമാണെന്നൊക്കെ പറഞ്ഞ് വീഴ്ത്തും. നജിൻ ഗോയ, കെ വി മോഹൻകുമാർ IAS, ശ്രീവരാഹം ബാലകൃഷ്ണൻ, എസ് ജയചന്ദ്രൻ നായർ, കലാകൗമുദിയുടെ എഡിറ്ററായിരുന്ന എസ് ജയചന്ദ്രൻ നായർ, ഇവരുടെ എല്ലാം കൂടെ ചാഞ്ഞ് എന്താ പറയുക ടൈറ്റിലിൽ അദ്ദേഹത്തിൻ്റെ പേര് പോയിട്ടുണ്ട്. ഇവരിൽ നജിൻ ഗോയയ്ക്ക് കിട്ടിയതാണ് ഏറ്റവും വലിയ ക്രൂരത. എന്തോ ആവശ്യത്തിന് തിരുവനന്തപുരത്ത് വന്നപ്പോൾ നജിൻ ഗോയയ്ക്ക് ഒരാഗ്രഹം, ഫിലിം ഫെസ്റ്റിവലിനാണോ NFDCക്കാണോ അല്ല, ഫിലിം ഫെസ്റ്റിവലിനാണ് നജിൻ ഗോയ വന്നതെന്ന് തോന്നുന്നു. തലസ്ഥാനത്തെത്തി NFDCയിൽ ഒരു പ്രോജക്റ്റ് കൊടുക്കേണ്ടത് എങ്ങനെ എന്നറിയണം. കഷ്ടകാലത്തിന് ആരോ പറഞ്ഞു കൊടുത്തു ഇദ്ദേഹത്തെ പോയി കാണാൻ. ആരെ? എൻ്റെ ഗുരുനാഥനെ കണ്ടു, വീട്ടിൽ പോയി കണ്ടു, സംസാരിച്ചു. NFDCയിൽ കൊടുക്കാൻ പോകുന്ന കഥയെപ്പറ്റി തിരക്കി, വേറെ കഥകളൊക്കെ ഉണ്ടോ എന്നും തിരക്കി. അയാൾ തുടക്കക്കാരനല്ലേ, നജിൻ ഗോയ മനസ്സിലുള്ള കഥകൾ മുഴുവൻ പറഞ്ഞു. കരൾ മാറ്റിവെക്കേണ്ട ഒരു ഹാജിയാർക്ക് ഒരു പൂജാരിയായ ബ്രാഹ്മണ യുവാവ് 10 ലക്ഷം രൂപ വാങ്ങിയിട്ട് തൻ്റെ കരൾ പകുത്തു കൊടുക്കാൻ തയ്യാറാവുന്ന ഒരു കഥ സംവിധായകന് കയറി കൊണ്ടു. ഇത് ഏൽക്കും എന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. അതിൽ കയറി അങ്ങേരെ പിടിച്ചു. ഈ കഥ വിശദമാക്കി എഴുതിത്തരാൻ അദ്ദേഹം പറയുന്നു. നജിൻ ഗോയ വിശദമായി എഴുതി കൊടുക്കുന്നു. സന്തോഷ് ഇച്ചിക്കാനം എന്ന പുതിയ തിരക്കഥാകാരനായ കഥാകാരനെ തിരക്കഥ എഴുതാൻ ഏൽപ്പിക്കുന്നു. അന്നയും റസൂലും, ബാച്ചിലർ പാർട്ടി, ഞാൻ, സ്റ്റീവ് ലോപ്പസ് മുതലായ ശ്രദ്ധേയമായ സിനിമകൾക്ക് തിരക്കഥ എഴുതി വരുന്ന സമയമാണ് സന്തോഷ് ഇച്ചിക്കാനത്തിൻ്റെ. എൻ്റെ സിനിമയിലെ നായകനായിരുന്ന സംവിധായകൻ ലാലും ഉണ്ണി മുകുന്ദനും ഹാജിയാരും പൂജാരിയുമായി. എറണാകുളത്ത് 5 സ്റ്റാർ ഹോട്ടലായ ക്രൗൺ പ്ലാസയിൽ വെച്ചായിരുന്നു പൂജ. മോഹൻലാൽ വന്ന് പൂജയ്ക്ക് വിളക്ക് കൊളുത്തു. തലേന്ന് തന്നെ എല്ലാം റെഡിയായി. വലിയ ഫ്ലക്സ് വെച്ചു. അതിലാകപ്പാടെ ഒരു കുറവേ ഉള്ളൂ, കഥാകൃത്തിൻ്റെ പേരില്ല. പൂജയ്ക്ക് നജിൻ ഗോയയെ വിളിച്ചതുമില്ല. പരാതി ബി ഉണ്ണികൃഷ്ണനിലേക്ക് പോയി. എന്നെ ആതിഥേയനായ അതിഥിയായി എൻ്റെ ഗുരുനാഥൻ വിളിച്ചിട്ടുണ്ട് പൂജയ്ക്ക് പങ്കെടുക്കാൻ. ഞാൻ എത്തുകയും ചെയ്തു തലേന്ന് തന്നെ. കാരണം വെളുപ്പിനാണ്, രാവിലെ 6 മണിക്കാണ് സ്വിച്ച് ഓൺ. കാരണം ഇത് കഴിഞ്ഞിട്ട് ആലപ്പുഴ പോയിട്ട് വേണം അദ്ദേഹത്തിന് ഫാസിലിൻ്റെ പടത്തിൽ ഗീതു മോഹൻദാസും സംയുക്ത വർമ്മയും അഭിനയിച്ച ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ, അതിൽ അഭിനയിക്കാൻ പോകണം മോഹൻലാൽ. അപ്പോൾ 6 മണിക്കാണ് സ്വിച്ച് ഓൺ വെച്ചിരിക്കുന്നത്. എന്നെ പാതിരാത്രി ഉണ്ണി വിളിക്കുന്നു. നാളെ തൻ്റെ ഗുരുനാഥൻ്റെ പൂജയ്ക്ക് വിളക്ക് കൊളുത്താൻ ലാൽ സാർ വരില്ല, വരാൻ ഞാൻ സമ്മതിക്കില്ല. എന്ത് കാര്യം? ഉണ്ണി വിശദമായി എന്നോട് കാര്യം പറഞ്ഞു. ഈ വിവരം ദിനേശ് എന്ന ഗുരുനാഥനോട് പാസ് ചെയ്തേക്കാൻ പറഞ്ഞിട്ട് ഉണ്ണികൃഷ്ണൻ ഫോൺ വെച്ചു. ഞാൻ കഥയുടെ ഗൗരവം ഗുരുനാഥനോട് വിളിച്ചു പറഞ്ഞു. മോഹൻലാൽ വരില്ല, ഉറപ്പായിട്ടും ഉണ്ണികൃഷ്ണൻ വരാൻ സമ്മതിക്കില്ല. ഗുരുനാഥൻ ഓട്ടം പിടിച്ചു. ദിനേശേ, എനിക്കൊരു തെറ്റ് പറ്റിയതാണ്, തിരുത്താൻ ഞാൻ. ദിനേശ് ഒന്ന് ഇടപെടു എന്നായി ഗുരുനാഥൻ. ഞാൻ ഇടപെട്ടു. പാതിരാത്രിയിൽ ഉണ്ണി മോഹൻലാലുമായി രാവിലെ 6 മണിക്ക് തന്നെ എത്തി. വിളക്ക് കൊളുത്തി. മോഹൻലാൽ പോയി. ഉണ്ണി എൻ്റെ വത്സല ഗുരുനാഥനായ കക്ഷിയെ നന്നായിട്ട് വിരട്ടി ഒരു മുറിക്കകത്ത് കയറ്റി. തെറ്റുപറ്റി, മന്നിച്ചിടുങ്ങോ എന്ന് ലാലുവല്ലു എന്ന് ഗുരുനാഥൻ. 50,000 രൂപ പ്രതിഫലവും എല്ലാത്തിലും നജിൻ ഗോയയുടെ പേരും വയ്ക്കാം എന്ന് ഉറപ്പ് നൽകി. അപ്പോൾ അതിൻ്റെ തിരക്കഥാകൃത്ത് സന്തോഷ് ഇച്ചിക്കാനം കടന്നു വന്നു. സന്തോഷ് എന്നോട് പറഞ്ഞു, ഉറപ്പായിട്ടും ദിനേശേട്ടൻ നാളെ മുതൽ ഷൂട്ടിംഗ് സ്ഥലത്ത് വരുന്ന എല്ലാവരോടും പറയാം കഥ നജിൻ ഗോയയുടെ. കാരണം നജിൻ ഗോയയാണ് എനിക്ക് കഥ പറഞ്ഞു തന്നത്. ഞാൻ അത് കേട്ടിട്ടാണ് തിരക്കഥ എഴുതിയത്. ഞാൻ പറഞ്ഞോളാം ചേട്ടാ എന്ന് അയാളും ഉറപ്പ് വന്നു. പടം ചിത്രീകരണം പൂർത്തിയായി, എല്ലാ പണിയും കഴിഞ്ഞു, സെൻസറിങ് കഴിഞ്ഞു, അവാർഡിന് അയച്ചു. തിയേറ്ററിൽ വന്നിട്ടില്ല, ഈ നേരം വരെ വന്നിട്ടില്ല. 1 വർഷം കഴിഞ്ഞ് സംസ്ഥാന അവാർഡ് പ്രഖ്യാപിക്കുന്നു. മികച്ച കഥാകൃത്ത് എൻ്റെ ഗുരുനാഥൻ ഒരു ഉളുപ്പുമില്ലാതെ സ്റ്റേജ് കയറി മോഷ്ടിച്ച കഥയുടെ അവാർഡ് വാങ്ങി. ഫെഫ്കയിലേക്ക് അദ്ദേഹത്തെ വിളിച്ചു വരുത്തി.
അച്ചടക്ക നടപടിയെടുക്കാൻ തീരുമാനിക്കുന്നു. അപ്പോൾ അടുത്ത ഒരു അവതാരം എൻട്രി ആവുന്നു. ദിനേശേ, ഞാനും നീയും മാത്രമാണ് ഹരിച്ചേട്ടൻ്റെ ഈ ശിഷ്യന്മാർ. നമ്മൾ അദ്ദേഹത്തിൻ്റെ കൂടെ നിൽക്കണം. നമ്മൾ ഗുരുവിൻ്റെ കൂടെയാണ് നിൽക്കേണ്ടത്. ഫിഫ്കയിൽ മെമ്പർഷിപ്പ് പോലും ഇല്ലാത്ത ആ നജിങ്കോയെ നമ്മളങ്ങ് തള്ളിക്കളയണം. ഒറ്റയ്ക്ക് നിന്നോണ്ടാൽ മതിയെന്ന് ഞാൻ പറഞ്ഞു. കാരണം ശരിയുടെ ന്യായത്തിൻ്റെ പക്ഷത്തെ നിൽക്കൂ എന്ന് മുഖത്ത് നോക്കി ഞാൻ ആ ശിഷ്യനോട് പറഞ്ഞു, എൻ്റെ ഗുരുനാഥൻ്റെ പ്രഥമ ശിഷ്യനോട്. അയാൾ എന്നെ പോക്സോ കേസിൽ പ്രതിയാക്കി പകരം വീട്ടി. ഇതാണ് ഇന്നത്തെ സിനിമാ ലോകം. സത്യസന്ധതയ്ക്ക് ഒരു വിലയും തരില്ല, പകരം പോക്സോ പ്രതിയാക്കും. അടുത്ത പടത്തിലും എൻ്റെ ഗുരുനാഥൻ അടുത്ത തിരക്കഥാകൃത്തിനെ പറ്റിച്ചു, KV മോഹൻകുമാർ IAS-നെ. ആ കഥ ഇനിയൊരിക്കൽ ഞാൻ പറയാം. പറ്റിച്ചു, IAS-കാരനെയും പറ്റിച്ചു. പ്രൊഡ്യൂസർ അവരെ ഉണ്ടാക്കി കൊടുത്ത IAS-കാരനെ പറ്റിച്ചു. ബുധനാഴ്ച പറഞ്ഞ കഥ പ്രിൻസിപ്പൽ ഒളിവിൽ എന്ന പ്രദർശന വിജയം നേടിയ ചിത്രത്തെപ്പറ്റിയും അതിൻ്റെ കഥാകാരനും തിരക്കഥാകാരനും സംവിധായകനുമായ ഗോപികൃഷ്ണയെ പറ്റിയുമായിരുന്നല്ലോ. ആ പ്രോഗ്രാമിൻ്റെ അവസാനം ഈ സംവിധായകൻ്റെ ജീവിതത്തിൽ സംഭവിച്ച ഒരു ചതിയുടെ കഥ വെള്ളിയാഴ്ച പറയാമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ അവസാനിപ്പിച്ചത്. ആ കഥ പറയാനാണ് സിനിമാ രംഗത്തെ മോഷണങ്ങളെപ്പറ്റി ഇത്രയും വിശദമായി പറഞ്ഞത്. 1982, അതായത് 44 വർഷം മുമ്പ് നാന സിനിമാ വാരിക നടത്തിയ തിരക്കഥാ മത്സരത്തിൽ ഈ പറഞ്ഞ ഗോപികൃഷ്ണൻ ഒരു തിരക്കഥ അയക്കുന്നു മത്സരത്തിന്. വേട്ട എന്നാണ് ആ ടൈറ്റിൽ ഇട്ടിരുന്നത് ആ തിരക്കഥയ്ക്ക്. TV കൊച്ചുബാവയുടെ ബലൂൺ അടക്കം നാന തിരക്കഥാ മത്സരത്തിൽ വിജയിച്ച തിരക്കഥകളായിരുന്നു. ബലൂണ് നാന തന്നെ രവി ഗുപ്തനെ കൊണ്ട് സംവിധാനം ചെയ്യിച്ച് സിനിമയാക്കുകയും ചെയ്തു. 1982 വേട്ടയുടെ തിരക്കഥയ്ക്ക് 2ാം സ്ഥാനം ലഭിച്ചു. അവാർഡ് പ്രഖ്യാപനം പുറത്തു വന്നപ്പോൾ സിനിമയാക്കാൻ പലരും സമീപിച്ചു ഗോപികൃഷ്ണനെ. ഒരു നാടക കമ്പനിയിൽ നടക്കുന്ന കുറേ സംഭവങ്ങളായിരുന്നു വേട്ടയുടെ കഥ. സിനിമയിലെ തട്ടിപ്പും വെട്ടിപ്പും പറ്റിപ്പും ഒന്നും ഗോപികൃഷ്ണൻ പഠിച്ചു തുടങ്ങിയിട്ടില്ല. അങ്ങനെയുള്ള പ്രായമായിരുന്നു അപ്പോൾ. ആ സമയത്ത് ബെൻ മാർക്കസ് സംവിധാനം ചെയ്യുന്ന, നവാഗതനായ ബെൻ മാർക്കസ് സംവിധാനം ചെയ്യുന്ന പ്രൊഫസർ ജോർജ് ഓണക്കൂർ തിരക്കഥയും സംഭാഷണവും എഴുതിയ ഉവ എന്ന സിനിമയിൽ സംവിധാന സഹായിയായി പ്രവർത്തിക്കുകയായിരുന്നു ഗോപികൃഷ്ണൻ. ഉവ പിന്നെ ലയം എന്ന പേരിലാണ് തിയേറ്ററിലെത്തിയത്. ഉവ എന്ന് പറഞ്ഞ പടത്തിൻ്റെ, അല്ലെങ്കിൽ ലയം എന്ന് പറഞ്ഞ പടത്തിൻ്റെ പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് എന്ന് പറയുന്നത് PA ലത്തീഫാണ്. ലത്തീഫിനെയും മലയാളികൾക്ക് അറിയാമെന്നാണ് എൻ്റെ വിശ്വാസം. രാരിച്ചൻ എന്ന പൗരനിൽ ബാലതാരമായി തുടങ്ങി പിന്നെ പ്രൊഡക്ഷൻ മാനേജരും എക്സിക്യൂട്ടീവും നിർമ്മാതാവും ഒക്കെയായി വളർന്നയാളാണ് PA ലത്തീഫ്. എൻ്റെ നല്ല അടുപ്പക്കാരനായിരുന്നു. പൂന ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ചിറങ്ങിയ KG ജോർജ് അവസരങ്ങൾ തേടി കോടമ്പക്കത്ത് വന്നപ്പോൾ രാമു കാര്യട്ടിൻ്റെ മുന്നിലേക്ക് എത്തിച്ചത് PA ലത്തീഫായിരുന്നു. മരണം വരെ ആ നന്ദി KG ജോർജിനുണ്ടായിരുന്നു. KG ജോർജും PA ലത്തീഫും മരണം വരെയും അടുത്ത സുഹൃത്തുക്കളായിരുന്നു. രണ്ടുപേരും ഇപ്പോൾ ഇല്ല. ചിത്രീകരണം നടക്കുമ്പോൾ മികച്ച 2ാമത്തെ തിരക്കഥയായി വേട്ട തിരഞ്ഞെടുക്കപ്പെട്ട വാർത്തകൾ വന്നു പത്രങ്ങളിൽ. നിങ്ങളുടെ വേട്ട ഒരു സംവിധായകന് വായിക്കാൻ കൊടുക്കാമോ എന്ന് PA ലത്തീഫ് ഗോപികൃഷ്ണനോട് ചോദിക്കുന്നു. ഗോപികൃഷ്ണൻ സന്തോഷത്തോടെ കൊടുക്കുന്നു തിരക്കഥ. ഇഷ്ടപ്പെട്ടാൽ ഇത് സിനിമയാക്കും എന്ന ഉറപ്പും PA ലത്തീഫ് കൊടുത്തു. 1978-80 കാലഘട്ടത്തിൽ ഗോപികൃഷ്ണൻ തൻ്റെ നാടായ നെയ്യാറ്റിൻകരയ്ക്ക് അടുത്തുള്ള കൊറ്റാമത്ത് സുഹൃത്തുക്കളുമായി ചേർന്ന് സത്യൻ തിയേറ്റേഴ്സ് എന്നൊരു അമച്ചർ നാടക ട്രൂപ്പ് തുടങ്ങി. താണ്ഡവം എന്ന നാടകം ഗോപികൃഷ്ണൻ തന്നെ എഴുതി സത്യൻ തിയേറ്റേഴ്സ് അവതരിപ്പിച്ചു. നാടകം നന്നായി ശ്രദ്ധിക്കപ്പെട്ടു. അവസരങ്ങൾ ഒരുപാട് കിട്ടി, സ്റ്റേജുകൾ. അക്കാലത്ത് ആ നാടക ട്രൂപ്പിൽ നടന്ന രസകരമായ സംഭവങ്ങൾ വച്ചാണ് വേട്ട എന്ന തിരക്കഥ ഉണ്ടാക്കിയത് ഗോപികൃഷ്ണൻ. തിരക്കഥ കൊടുത്ത് കുറച്ച് കഴിയുമ്പോൾ ഏതോ ഒരു സിനിമ നെയ്യാറ്റിൻകരയിലും പരിസരങ്ങളിലും ഷൂട്ടിംഗ് നടക്കുന്നു എന്ന് ഗോപികൃഷ്ണൻ അറിഞ്ഞു. ഈ സിനിമ റിലീസായപ്പോഴാണ് ചിത്രീകരണം നടന്നത് യവനികയാണ് എന്ന് ഗോപികൃഷ്ണൻ അറിയുന്നത്. നമ്മുടെ നാട്ടിൽ ചിത്രീകരിച്ച സിനിമയിൽ നാടകമാണ് പശ്ചാത്തലം എന്നറിഞ്ഞ് ഗോപികൃഷ്ണൻ കാണാൻ പോയി. തൻ്റെ വേട്ട യവനികയായി സ്ക്രീനിൽ വരുന്നത് കണ്ടിരുന്നു ഗോപികൃഷ്ണൻ.
ആകെ വേട്ടയിലില്ലാത്ത മാറ്റം കഥ ഫ്ലാഷ് ബാക്കായിട്ടാണ് പറയുന്നത്. പിന്നെ നാടകരംഗത്തെ കുലപതിയായ എസ് എൽ പുരം സദാനന്ദൻ്റെ നാടക അനുഭവങ്ങളും ഡയലോഗുകളും വേട്ടയിൽ നിന്ന് മാറ്റം ഉണ്ടാവുമല്ലോ. ഈ മാറ്റം വരുത്താൻ കെ ജി ജോർജ് ആദ്യം സമീപിച്ചത് മറ്റൊരു നാടക ആചാര്യനായ കെ ടി മുഹമ്മദിനെ ആയിരുന്നു. അദ്ദേഹം എഴുതിയതിനോട് എന്തുകൊണ്ടോ കെ ജി ജോർജിന് തൃപ്തി വന്നില്ല. ബമ്പന്മാരോട് എതിർക്കാൻ നിൽക്കാതെ സുഹൃത്തായ അഡ്വക്കേറ്റ് വി എൻ ഗോപാലകൃഷ്ണൻ നായരെ കണ്ട് ഗോപികൃഷ്ണൻ കാര്യം പറഞ്ഞു. അദ്ദേഹം പറഞ്ഞ പ്രകാരം ഹൈക്കോടതിയിൽ ഒരു കേസ് അങ്ങ് ഫയൽ ചെയ്തു. കോടതി കേസ് ഫയലിൽ സ്വീകരിച്ചു. തിയേറ്റർ കളക്ഷൻ്റെ അന്നുള്ള DCR ഡെയിലി കളക്ഷൻ റിപ്പോർട്ട് അടക്കം ഗോപികൃഷ്ണൻ അയക്കാൻ കോടതി ഉത്തരവിട്ടു. അവധിക്കാല കോടതിയിലാണ് കേസ് ഫയൽ ചെയ്തത്. കേസ് വാദം കേൾക്കുന്നതിനായി മാറ്റിവെച്ചു. DCR അടക്കം ഗോപികൃഷ്ണന് വരുന്നതും അവധിക്കാലം കഴിഞ്ഞ് കോടതി തുറക്കുമ്പോൾ കേസ് വാദം കേൾക്കും എന്നുള്ളതും എല്ലാം പത്രങ്ങളിൽ വന്നു. നാണക്കേടല്ലേ? തിരക്കഥ മോഷ്ടിച്ചവൻ വി എൻ ഗോപാലകൃഷ്ണൻ നായരെ ബന്ധപ്പെട്ടു. അഡ്വക്കേറ്റ് വി എൻ ഗോപാലകൃഷ്ണൻ നായരെ ബന്ധപ്പെട്ടു. പ്രശ്നം ഒത്തുതീർപ്പിലാക്കാൻ ഇടപെടണം എന്ന് അഭ്യർത്ഥിച്ചു. ഗോപാലകൃഷ്ണൻ നായർ ഇടപെട്ട് ഒരു തുക വാങ്ങിക്കൊടുത്ത് പരാതി പിൻവലിക്കപ്പെട്ടു. PA ലത്തീഫാണ് അഡ്വക്കേറ്റ് വി എൻ ഗോപാലകൃഷ്ണൻ നായരെ ചെന്ന് കണ്ട് ഇത് ഒത്തുതീർപ്പിലെത്തിക്കണം എന്ന് പറഞ്ഞത്. എൻ്റെ നല്ല അടുപ്പക്കാരനാണ് അഡ്വക്കേറ്റ് വി എൻ ഗോപാലകൃഷ്ണൻ നായർ സാർ. ഞാൻ അദ്ദേഹത്തെ ഇന്ന് രാവിലെ വിളിച്ചു. ഇത് റെഡിയാക്കുന്നതിനിടയിൽ അദ്ദേഹത്തെ വിളിച്ചു. പ്രമാദമായൊരു കേസിനായി പോകാൻ നോട്ടെടുക്കുന്ന സമയത്തായിപ്പോയി എൻ്റെ ഫോൺ കോൾ. 10:36 ഞാൻ വിളിച്ചത്. അരമണിക്കൂർ തികച്ചില്ല കോടതി ഓപ്പൺ ആവാൻ. വിശദമായി നമുക്ക് വൈകുന്നേരം 4 മണിക്ക് ശേഷം സംസാരിക്കാം എന്ന് അദ്ദേഹം എന്നോട് പറഞ്ഞു. അതിനു മുന്നേ ഈ സ്റ്റോറി ചിത്രീകരിക്കപ്പെടും എന്ന് ഞാൻ പറഞ്ഞതുമില്ല അദ്ദേഹത്തോട്. ഒരു ചെറുപ്പക്കാരൻ തൻ്റെ അനുഭവത്തിൽ നിന്നും എഴുതിയുണ്ടാക്കിയ തിരക്കഥ മത്സരത്തിൽ 2ാം സ്ഥാനം വാങ്ങുന്നു. ആ കഥ വായിക്കാൻ വാങ്ങിയിട്ട് കട്ടെടുക്കുന്നു. കേസായപ്പോൾ ചെറിയൊരു തുക കൊടുത്ത് ഒതുക്കുന്നു. അവിടെയും തീർന്നില്ല യവനികയുടെ ചതി. ഈ തിരക്കഥയിൽ നാടക പശ്ചാത്തലം ആയതിനാൽ KT മുഹമ്മദിനെ കൊണ്ട് മാറ്റി എഴുതാൻ പോകുന്നു. കുറ്റാന്വേഷണമായതിനാൽ പറ്റുന്നില്ല എന്ന് പറഞ്ഞ് അദ്ദേഹം പിന്മാറുന്നു. എസ് എൽ പുരത്തിനെ കൊണ്ട് എഴുതിക്കുന്നു. എന്നിട്ട് തിരക്കഥാ സംഭാഷണം എസ് എൽ പുരം സദാനന്ദനും KG ജോർജും എന്ന് ടൈറ്റിലിൽ വയ്ക്കുന്നു. 2 പേർക്കായി സംസ്ഥാന അവാർഡ് വിഭജിക്കുന്നു. 2 പേരും അവാർഡ് വേദിയിൽ കയറി പങ്കിടുന്നു. മികച്ച ചിത്രത്തിൻ്റെ അവാർഡും മികച്ച സഹനടൻ്റെ അവാർഡും ആ വർഷം യവനികയായിരുന്നു. മികച്ച സഹനടൻ തിലകൻ, മികച്ച സംവിധായകൻ, മികച്ച ചിത്രത്തിൻ്റെ അവാർഡ്. അപ്പോൾ ആലോചിച്ച് നോക്കൂ, KG ജോർജിന് അതിനും കിട്ടിയ അവാർഡ്. എസ് എൽ പുരം മരിച്ചു കഴിഞ്ഞപ്പോൾ യവനിക തിരക്കഥാ പുസ്തകമാക്കി പുറത്തു വന്നു. തിരക്കഥാ പുസ്തകം പുറത്തു വരുമ്പോൾ അതിൽ വച്ചിരിക്കുന്ന ടൈറ്റിൽ ഒരൊറ്റ പേരേ ഉള്ളൂ, KG ജോർജിൻ്റെ പേര് മാത്രം. എസ് എൽ പുരത്തിൻ്റെ മകൻ ജയസൂര്യ കേസ് കൊടുത്ത് മുന്നോട്ട് പോയി. പുസ്തകം ഇറക്കിയ മാതൃഭൂമി പുസ്തകത്തിൻ്റെ കച്ചവടം നിർത്തിവെച്ചു. നമ്മൾ മാന്യന്മാരെന്ന് കരുതുന്ന സിനിമാക്കാരുടെ എത്ര കപട മുഖങ്ങളാണ് ഈ ചാനലിലൂടെ നമുക്ക് പറയേണ്ടി വരുന്നത് എന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കൂ. മാറ്റിയുടെ ആദ്യത്തെ ചെയർമാനാണ്. എന്നെ വലിയ ഇഷ്ടമാണ് ജോർജ് സാറിന്. അദ്ദേഹം ഒരു ചെക്ക് കേസിലെ പ്രതിയായി തിരുവനന്തപുരത്ത് ഹാജരാവാൻ വന്നു കോടതിയിൽ. നാളെയാണ് കേസ്. ഇന്ന് എന്നെ വിളിച്ചു, ദിനേശേ എവിടെയുണ്ട് ദിനേശേ? ഞാൻ പറഞ്ഞു ഞാൻ വീട്ടിലുണ്ട്. ഈ വസ്തുവിൻ്റെ കരം തീർത്ത രസീതുണ്ടോ? ഞാൻ പറഞ്ഞു വസ്തുവുണ്ട്, കരവും തീർത്തിട്ടുണ്ട്. എന്ത് സാർ? അല്ല ഈ വർഷത്തെ കരം തീർത്ത രസീതുണ്ടോ? ഞാൻ പറഞ്ഞില്ല. അയ്യോ തൊലഞ്ഞല്ലോ. നാളെ രാവിലെ 10 മണിക്ക് ഓഫീസ് തുറക്കുമ്പോൾ ആ കരം തീർത്ത രസീതുമായി എനിക്കൊരു ജാമ്യം എടുക്കാൻ വരാമോ? ഞാൻ കേട്ടോ എന്ത് കേസ് സാർ? ഒരു ചെക്ക് കേസാ? ഞാൻ വരാം സാർ. ഞാനങ്ങനെ നേരം വെളുത്തറ തന്നെ പോയി ഓഫീസ് തുറന്നപ്പോൾ തന്നെ കോടതി പോകാനാണെന്നൊക്കെ അവരുടെ കാര്യം പറഞ്ഞപ്പോൾ നിയമത്തില്ലേ പെട്ടെന്ന് കരം തീർത്ത് തന്നു. അതുകൊണ്ട് ഞാൻ ജാമ്യം നിന്നിട്ടുണ്ട് ജോർജ് സാറിന്. അതുപോലെ എന്ത് കാര്യം പറഞ്ഞാലും ഒരു ദിവസം എന്നെ ജഗദീഷ് ശിവകുമാർ വിളിക്കുന്നു. ഞാനത് ഇതിൽ പറഞ്ഞോന്ന് എനിക്കറിയില്ല. എൻ്റെ സിനിമയുടെ ഷൂട്ടിംഗ് കഴിഞ്ഞ് ഡബ്ബിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. നാളെ രാവിലെ ജഗതിയാണ് ഡബ് ചെയ്യാനുള്ളത്. രാത്രി എന്നെ അമ്പിളിച്ചേട്ടൻ വിളിച്ചു, ദിനേശേ എവിടെയുണ്ട്? ഞാൻ പറഞ്ഞു ഞാൻ വീട്ടിലുണ്ട്. നാളെ രാവിലെ എപ്പോൾ ഡബ്ബിങ്? ഞാൻ പറഞ്ഞു ചേട്ടൻ പറ ഇന്ന് സമയം. പിന്നെ എനിക്ക് രാവിലെ സൂര്യ TV ഒരു ഇൻ്റർവ്യൂ ഉണ്ടേ. ആ ഇൻ്റർവ്യൂ കഴിഞ്ഞിട്ട് ഞാൻ നേരെ തിരുവല്ലത്ത് എത്തിക്കൊള്ളാം, ചിത്രാഞ്ജലി എത്തിക്കൊള്ളാം. ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ ചേട്ടാ.
ഇൻ്റർവ്യൂ കഴിഞ്ഞിട്ട് ചേട്ടൻ വന്നാൽ മതി, ഞാൻ വേറെ ആരെങ്കിലും വെച്ച് ഡബ്ബിങ് തുടങ്ങാം. ഞാൻ അതിനല്ല ദിനേശ് ഇപ്പോൾ വിളിച്ചേ. ചേട്ടാ എന്ത് ചേട്ടാ, ദിനേശ് എൻ്റെ കയ്യിൽ കാശുണ്ടോ? എന്ത് ചേട്ടാ, അല്ല കാശുണ്ടോ അത് പറ. അവനുണ്ട്, എനിക്ക് നാളെ രാവിലെ ഒരു 25,000 രൂപ എൻ്റെ വീട്ടിൽ കൊണ്ട് തരാൻ പറ്റുമോ? അപ്പോൾ അദ്ദേഹം വിളപ്പിശാലയ്ക്ക് അടുത്താണ് താമസിക്കുന്നത്, ഒരു വില്ലയിൽ. ഞാൻ പറഞ്ഞു എത്തിക്കാം. എങ്ങനെ എത്തിക്കും? ഞാൻ പറഞ്ഞു ചന്ദ്രൻ പനങ്ങോടിനോട് പറഞ്ഞിട്ട്, പ്രൊഡക്ഷൻ കൺട്രോളറോട് പറഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ ഈ പൈസ കൊടുത്തയക്കാം. അത് പറ്റില്ല, നീ രാവിലെ 8 മണിക്ക് മുമ്പ് എനിക്ക് കൊണ്ടു തരണം. ഞാൻ പറഞ്ഞു കൊണ്ടുവരാം. ദിനേശ്, ഒരു ജീവൻ്റെ പ്രശ്നമാണ്, അകത്തായി പോവും, കൊണ്ടുവരുമോ? ഞാൻ പറഞ്ഞു പിന്നെ ഉറപ്പായിട്ട് ഞാൻ കൊണ്ടുവരാൻ ചേട്ടാ എന്നൊന്ന് ഫോൺ വെച്ചു. ഞാൻ രാവിലെ എൻ്റെ ആക്റ്റീവയിൽ വീടിറങ്ങാത്തുകൊണ്ട് അന്വേഷിച്ച് വില്ലേജ് ചെല്ലുമ്പോൾ വലിയ ഗേറ്റാണ്. ആ ഗേറ്റിൻ്റെ മുന്നിൽ ഒരു ലുങ്കി മാത്രം എടുത്ത് ഉടുപ്പൊന്നും ഇടാതെ അമ്പിളിച്ചേട്ടൻ ഇങ്ങനെ ഉലാത്തുകയാണ്. എന്നെ കണ്ടതും ഭയങ്കര സന്തോഷം. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് ആ വിടർന്ന ചിരി. വാ എന്ന് പറഞ്ഞു. ഞാൻ നേരെ അകത്തേക്ക് കയറി ചെന്നു. നമുക്ക് വീട്ടിൽ ഇരുന്ന് സംസാരിക്കാം. ഞാൻ ഒന്നും വേണ്ട ഏട്ടാ, ഇവിടെ ഒന്ന് പറയാം. എന്തേ? അല്ല, ഒരു ജീവൻ മരണ പോരാട്ടമാണ് ദിനേശേ. എനിക്ക് നല്ല കുറച്ചാണെങ്കിലും 2-3 പടങ്ങളിൽ നല്ല വേഷം തന്ന ആളല്ലേക്ക് ജോർജ് സാർ. ഞാൻ പറഞ്ഞതേ, അദ്ദേഹത്തിന് കോടതി കെട്ടിവയ്ക്കാൻ എന്നെ വിളിച്ചൊരു 25,000 രൂപ കേട്ടു. സത്യത്തിൽ ബാങ്ക് തുറന്നൊക്കെ എടുത്ത് വരുമ്പോൾ ലേറ്റാവും, പിന്നെ പുലിവാലുമാവും, വീട്ടിൽ ചോദിക്കും എന്തിനാ ആ കൊടുക്കാമെന്നൊക്കെ ചോദിക്കും. ആ തലവേദന ഒഴിവാക്കാനാണ് ഞാൻ നിന്നോട് കൊണ്ടുവരാൻ പറഞ്ഞത്. ഞാൻ പറഞ്ഞാൽ അങ്ങനെയാണെങ്കിൽ ഞാൻ വീട്ടിൽ വരണത് ശരിയല്ല, ദിനേശ് എന്തിനും വന്നെന്ന് വീട്ടുകാർ വെക്കൂല. അപ്പോൾ 25,000 രൂപ ഉണ്ടെന്ന് എവിടെ കൊടുക്കാൻ, അത് ഇന്നാ കൊടുക്കുക എന്ന് പറഞ്ഞാൽ വഴക്കാവില്ല. ഞാൻ ഇവിടെ ചേരാം. എന്നാൽ 25,000 രൂപ അമ്പിളിച്ചേട്ടന് കൊടുക്കുകയും അമ്പിളിച്ചേട്ടൻ ആ പൈസ ജോർജ് സാറിന് എത്തിക്കുകയും അത് കോടതിയിൽ എന്തോ കെട്ടിവെച്ചൊക്കെ ഇറങ്ങാനും അങ്ങനെയും ഞാൻ സഹായിച്ചിട്ടുണ്ട് ജോർജ് സാറിനെ. എപ്പോഴും തുറന്ന് സംസാരിക്കുന്ന ഒരു മനുഷ്യനാണ്. പക്ഷേ എന്തു പറ്റിയെന്നറിയില്ല, യവനികയുടെ കഥയും മോഷ്ടിച്ച് യവനിക തിരക്കഥ എഴുതിയ 2 പേര് കയറി സംസ്ഥാന അവാർഡ് വാങ്ങിച്ചിട്ട് പുസ്തകത്തിൽ ഒരാളിൻ്റെ പേര് മാത്രം വയ്ക്കുന്നത് ശരിയാണോ? ആ ജയസൂര്യ എന്ന് പറഞ്ഞ മകനെ സമ്മതിക്കുന്നുണ്ട്. ജയസോമയേക്കാൾ ജയസോമയാണ് പോയത് കേട്ടോ, ജയസൂര്യ അല്ല. ഞാൻ നേരത്തെ പറഞ്ഞ ജയസൂര്യ എന്നാണ്. ജയസൂര്യ ഒരു തണുപ്പനാണ്, പാവമാണ് സംവിധായകൻ. ജയസോമ ടെററാണ്. SL പുരം സദാനന്ദ സാറിൻ്റെ സ്വഭാവം എനിക്ക് തോന്നുന്നു ജയസോമയ്ക്കാണ് കിട്ടിയത്. ജയസോമ പോണടത് വരെ പോകാമെന്ന് പറഞ്ഞ് കേസിന് പോയി. അതിനെല്ലാ പിന്തുണയും ഞാൻ കൊടുത്തു. എന്നെ കാണാൻ ഒരു ദിവസം ഫിലിം ഫെസ്റ്റിവൽ നടക്കുന്ന ടാഗോർ തിയേറ്ററിൽ വരികയും അന്ന് അവിടെ അതിൻ്റെ ക്യാമറാമാനായിരുന്ന രാമേന്ദ്ര ബാബു സാർ ഉണ്ടായിരുന്നു. ഞങ്ങൾ 3 പേരും കൂടെ ഇരുന്നൊരു ഫോട്ടോയൊക്കെ എടുത്തിട്ട് ബാബു സാറും പറഞ്ഞു, അത് SL പുരം തന്നെയാണ് എഴുതിയത്, ജോർജ് അല്ല എന്ന് ജോർജിൻ്റെ മനസാക്ഷിയായ ബാബു സാർ പോലും പറഞ്ഞു. എന്നിട്ടും ആ പുസ്തകം ഇറങ്ങിയപ്പോൾ തിരക്കഥ KG ജോർജ് എന്ന് മാത്രം വെച്ച്. അതിന് അദ്ദേഹം പറഞ്ഞ മറുപടി, ഡയലോഗാ SL പുരം എഴുതിയത്, തിരക്കഥ എൻ്റെതാ, തിരക്കഥ ഗോപികൃഷ്ണൻ്റെതാണ്, മനസ്സിലായില്ലേ? ഇങ്ങനെ മോഷ്ടിക്കാമോ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഇതിൽ പറഞ്ഞ പലരും ജീവിച്ചിരിപ്പില്ല, പക്ഷേ ജയസോമ ജീവിച്ചിരിപ്പുണ്ട്, ഗോപികൃഷ്ണൻ ജീവിച്ചിരിപ്പുണ്ട്. വളരെ മോശമായിപ്പില്ലേ? ഇങ്ങനെ മോഷ്ടിക്കാമോ യവനികയുടെ കഥ? നോട്ടബിളായൊരു സിനിമയല്ലേ? ഒരു ചെറുപ്പക്കാരൻ, പുതിയ പയ്യൻ, നാനാ തിരക്കഥാ മത്സരത്തിൽ കൊടുത്തു 2ാം സ്ഥാനം വാങ്ങിച്ച തിരക്കഥയെ പോലും പരസ്യമായി മോഷ്ടിക്കുന്ന നാടാണ് എന്ന് പറയാനാണ് ഈ എപ്പിസോഡ് ഞാൻ ചെയ്തത്. നിങ്ങൾക്കിഷ്ടപ്പെട്ടിരിക്കും, ഈ പുതിയ വിവരം നിങ്ങൾ അറിഞ്ഞിരിക്കും എന്ന് വിചാരിച്ചുകൊണ്ട്, വിശ്വസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.